ജിൽസി, ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടന്നതാണ്. ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട അഞ്ച് പ്രതികൾക്കും കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇന്നലെ പരീക്ഷ എഴുതാനുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുത്തത്. ഇനി എന്തായാലും SLC പരീക്ഷയില്ല, നാളെ വീണ്ടും പരീക്ഷ ഉണ്ടാവും. ആ ദിവസങ്ങളിലൊക്കെ തന്നെ, ഇനി പരീക്ഷയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളോടൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ അല്ലെങ്കിൽ ഈ ഷഹബാസിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി തന്നെ ഷഹബാസിന്റെ പിതാവ് പറയുന്ന ഒരു കാര്യം, വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ, പുറത്തു നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഷഹബാസിന്റെ ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ ആരോപിക്കുകയുണ്ടായി. ഇന്നലെ നമ്മൾ റൂറൽ എസ്പിയുമായൊക്കെ സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള തെളിവുകളൊന്നും, അല്ലെങ്കിൽ വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ ഇത്തരത്തിൽ ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ തരത്തിലുള്ള അന്വേഷണം ഒക്കെ തന്നെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഈ നെഞ്ചക്ക് കൊടുത്തത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എവിടുന്നാണ് ഈ കുട്ടിക്ക് ഈ നെഞ്ചക്ക് കിട്ടിയത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരു ആളുകളുടെ സഹായം ഈ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള ആ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. മാത്രമല്ല, ഇന്ന് PV അൻവർ, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ആയിട്ടുള്ള PV അൻവർ ഇന്ന് ഷഹബാസിന്റെ വീട് സന്ദർശിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. മറ്റുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം വയനാട്ടിലാണ്. വയനാട്ടിൽ ഈ കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് ഈ ഒരു മാർച്ച് നടക്കുന്നത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള KK ശൈലജയായിരിക്കും ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ജിൽസി.